ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകണമെന്ന് പറഞ്ഞാൽ FVG ആൻഡ് IFVGനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് നമുക്ക് FVG എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, IFVG എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇത് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം, ഇത് വെച്ചിട്ട് എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളാണ് FVG ആൻഡ് IFVG ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് എൻ FVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പ്രൈസിൻ്റെ ഇംബാലൻസ് ആണ്. ഓക്കെ, അതായത് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് സംടൈംസ് ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് വരുന്നു. ആൻഡ് ഈ അഗ്രസീവ് മൂവ്മെൻറ്റ് വരുമ്പോൾ ചില ഏരിയയിൽ പ്രൈസ് ട്രേഡ് ചെയ്യണത് സ്കിപ്പാവണം. അപ്പോൾ ഈ സ്കിപ്പാവണതിനെ നമുക്കൊരു എന്താ പറയുക ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് നോർമലി പറയുകയാണെങ്കിൽ പ്രൈസ് എപ്പോഴും അതിന് സ്മൂത്തായിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക. സംടൈംസ് ഇതുപോലത്തെ ഇമ്പൾസീവ് സഡൻ മൂവ്മെൻറ്റ് വരുന്ന നേരത്ത് എന്താ പറയുക അതായത് ഈ ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് വരുന്ന നേരത്ത് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈസ് ഇങ്ങനെയായിരിക്കും നടക്കുക. അതായത് ബയർ വരുന്നു, സെല്ലർ വരുന്നു, ബയർ വരുന്നു, സെല്ലർ വരുന്നു, അങ്ങനെ ഓരോരോ ലെവലിൽ ബയർ സെല്ലർ വരുന്നു. പക്ഷേ സംടൈംസ് ഈ ഒരു അഗ്രസീവ് മൂവ്മെൻറ്റ് വരുന്ന നേരത്ത് ബയർ വന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടാണ് പിന്നെ സെല്ലർ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ നോർമലി പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് 100, 101, 102, 103, 104 ഇങ്ങനെ പോകും. ഓക്കെ, പക്ഷേ ഈ ഇമ്പൾസീവ് മൂവ്മെൻറ്റ് വരുമ്പോൾ നേരെ 100 നിന്ന് 104ലേക്ക് പോകുന്നു ക്യാൻഡിൽ. ഓക്കെ, അവിടെ ഒരു അഗ്രഷൻ മൂവാണ് നടന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു ഇൻഎഫിഷ്യൻറ്റ് പ്രൈസ് ഡെലിവറിനെയാണ് ബേസിക്കലി നമ്മളവിടെ ഒരു FVG എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ FVG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, പെട്ടെന്ന് സഡൻ ഇമ്പൾസിൽ വരുന്ന ഒരു അഗ്രസീവ് മൂവ്മെൻറ്റിൽ ഫോം ചെയ്യണ ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് FVG എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു എംപ്റ്റി ഏരിയ ലൈക്ക് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇത് എന്തുകൊണ്ട് ഉണ്ടാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഡനായിട്ട് ഒരു ഹ്യൂജ് ബൈയിങ് വോളിയം അല്ലെങ്കിൽ സെല്ലിങ് വോളിയം വരുമ്പോഴാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, അതായത് ലൈക്ക് ഒരു 2-way ട്രേഡിങ് നടക്കണില്ല, അതായത് ബൈ സെല്ല് നടക്കണില്ല. പെട്ടെന്നൊരു സഡനായിട്ട് ഒരു സെല്ല് അല്ലെങ്കിൽ പെട്ടെന്നൊരു സഡനായിട്ടൊരു ബൈ അത് വരുമ്പോഴാണ് ഈ FVG മോസ്റ്റ്ലി വരുന്നത്. അതായത് അവിടെ ഒരു മാർക്കറ്റ് ഇംബാലൻസ്ഡ് ആവുകയാണ് ചെയ്യണത്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് 3 ക്യാൻഡിൽ വെച്ചിട്ട് നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പറഞ്ഞുതരാം. ഓക്കെ, സോ 3 ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഓക്കെ ഇത് ഞാനൊരു അപ്വേർഡ് ബുള്ളിഷ് സിനോറിയോ ആട്ടോ ഞാൻ വരയ്ക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 3 ക്യാൻഡിൽ കാണാൻ പറ്റും. ആൻഡ് 3 ക്യാൻഡിലും നമുക്ക് വിക്ക് ഉണ്ടാവും. നമുക്ക് ഈ വിക്കിനെ തൽക്കാലത്തേക്ക് വൈറ്റ് ആക്കാം. ഓക്കെ, നമുക്ക് 3 ക്യാൻഡിൽ വരുന്നു. ഓക്കെ, ഇതിനെ ഇതാണ് നിങ്ങളുടെ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് 3 ക്യാൻഡിൽ ആൻഡ് ഈ 3 ക്യാൻഡിലിനും 3 വിക്സ് ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അപ്വേർഡ് സൈഡ് ഇതും ഡൗൺവേർഡ് സൈഡ് ഇതും, അതായത് വിക്കിൻ്റെ. ആൻഡ് രണ്ടാമത്തെ ക്യാൻഡിൽ ഇത്, മൂന്നാമത്തെ ക്യാൻഡിൽ ഇത്. ആൻഡ് ഇവിടെ FVG നമ്മൾ മാർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ക്യാൻഡിലാണ് FVG മാർക്ക് ചെയ്യുക. എപ്പോഴും സെക്കൻഡ് ക്യാൻഡിലാണ് FVG മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഉള്ളിലുള്ള ആ ഒരു ക്യാൻഡിൽ മിഡിൽ നിൽക്കുന്ന ക്യാൻഡിലായിരിക്കും FVG മാർക്ക് ചെയ്യുക. ആൻഡ് ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയയിൽ പറയുമ്പോൾ ഈ ഒരു സോൺ, ഓക്കെ, ഈ ഒരു സോൺ, അതായത് ഈ ഒരു വിക്ക് ക്ലോസ് ചെയ്യണ ഭാഗവും ഈ ഒരു വിക്ക് ബോട്ടം വിക്ക് സ്റ്റാർട്ട് ചെയ്യണ ഭാഗവും. ഓക്കെ, ആൻഡ് ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് എന്ത് വരിക, നമ്മുടെ FVG സോൺ വരിക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സിനോറിയോയിൽ ഇപ്പോൾ ഈ വിക്ക് ഇവിടെയാണ്, ഈ വിക്ക് ഇവിടെയാണെങ്കിൽ, ഓക്കെ, അതായത് ഇങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു വിക്ക് ഇവിടെയും ഈ ഒരു വിക്ക് ഇവിടെയാണെങ്കിൽ ദാറ്റ് ഈസ് ദർ ഇസ് നോ ഗ്യാപ്പ്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബൈയും സെല്ലും നേരത്തെ പറഞ്ഞ പോലെ ബയ്യറും സെല്ലറും എല്ലാം അവിടെ വന്നിട്ടുണ്ട്. സോ സഡൻ ഇമ്പൾസീവ് ആയിട്ടല്ല വന്നിട്ടുള്ളതെന്നാണ് അർത്ഥം. പക്ഷേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താ, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ബയർ സെല്ലർ തമ്മിലൊരു മാസീവ് ഗ്യാപ്പ് ഉണ്ട്. സോ ദിസ് ഈസ് യുവർ FVG. ഓക്കെ, നിങ്ങൾക്ക് FVG മാർക്ക് ചെയ്യണ കേസ് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയണത്. ഓക്കെ, സോ പ്രൈസ് ഇതുപോലെ ബേസിക്കലി മുകളിലേക്ക് പോകും. ആൻഡ് ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പ്രൈസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവഞ്ച്വലി സെൽ ഓഫിന് ശേഷം പ്രൈസ് തിരിച്ച് ഈ ഒരു FVG ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. സോ FVG ഫില്ല് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ മോശം കേസിലും ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്യില്ല, ഒരു 50 to 70% ഫില്ലാണ് നോർമലി നടക്കുക. ഓക്കെ, അപ്പോൾ 50 to 70% ഫില്ല് നോർമലി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫസ്റ്റ് ഇതിൽ നിന്ന് റിജക്റ്റ് ആവും. ഈ റിജക്റ്റ് ആയതിന് ശേഷം പുറത്തേക്ക് വരും. പുറത്തുനിന്ന് റീടെസ്റ്റ് ചെയ്യും. റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും പ്രൈസ് മോളിക്ക് ഹയർ കണ്ടിന്യൂ ചെയ്യാം. സോ ഈ ഒരു കേസിൽ നിങ്ങൾ ലോങ് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീടെസ്റ്റിൽ ലോങ് എടുക്കാം. മീൻ വൈൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഈ FVGയുടെ പുറത്തായിട്ട് നിങ്ങൾക്ക് വയ്ക്കാം. ആൻഡ് ഈ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ അപ്സൈഡാണ് ട്രേഡ് ചെയ്യണം. അപ്സൈഡ് ട്രേഡ് ചെയ്യണതുകൊണ്ട് നമുക്കൊരു റെസിസ്റ്റൻസിലേക്ക് ടാർഗറ്റ് വയ്ക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റെസിസ്റ്റൻസ് എങ്ങനെ മാർക്കിയാണ് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ കാണുക. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കീ ലെവലൊക്കെ എങ്ങനെ വെക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കീ ലെവൽസ് യൂസ് ചെയ്യാം, ഓർ കീ സോൺസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. അവിടുന്ന് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഒരു 1:2.64 RR സെറ്റപ്പ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക്കലി ഒരു FVG ലോങ് ഉള്ളത്, അതായത് ഒരു ബുള്ളിഷ് സിനാറിയോയിൽ. ഇനി ഒരു ബെയറിഷ് സിനാറിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബെയറിഷ് സിനാറിയോ എന്ന് പറയുമ്പോൾ സെയിം കേസ് തന്നെ, മാർക്കറ്റ് ഡൗൺ സൈഡ് പോകണു. മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഗ്യാപ്പ് വരുന്നു, പ്രൈസ് തിരിച്ച് ഈ ഒരു ഗ്യാപ്പിലേക്ക് വരുന്നു, ഗ്യാപ്പ് ഒരു ഹാഫ് ഫില്ല് അല്ലെങ്കിൽ 70% ഫില്ല് വരുന്നു, റിജക്റ്റ് ചെയ്യണു, പുറത്ത് വന്നിട്ട് റീടെസ്റ്റ് ചെയ്യണു. റീടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യണം, സെൽ ഓഫിൻ്റെ ഡയറക്ഷൻ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ ഷോർട്ട് എടുക്കാൻ പറ്റും. സോ ബേസിക്കലി നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഒരു FVG ട്രേഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. ആൻഡ് നമുക്ക് ഡയറക്റ്റ് IFVGയിലേക്ക് കയറാം. IFVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു കേസിൽ ഈ അപ്സൈഡ് പോണതിന് പകരം നമുക്ക് എന്താണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഒരു സോൺ ഫെയിൽ ആവണു. ഓക്കെ, അതായത് ഇത് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് ഇത് ഹോൾഡ് ചെയ്യാൻ ഫെയിൽ ആവണു. അതായത് നേരെ താഴേക്ക് പോകണു എന്നുള്ളൊരു സിനാറിയാണ് ഇതിൽ വരുന്നത്. അതായത് പ്രൈസ് നേരെ വരണു, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സെല്ലേഴ്സ് കൂടണു. ബേസിക്കലി ഇത് ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് പോണതിന് പകരം എന്തുണ്ടാവണു, ഇതിവിടെ ഫെയിൽ ആവണു. അതായത് പ്രൈസ് ഇവിടെ നേരെ താഴേക്ക് പോകണു. ഇത് പുറത്തേക്ക് വന്നിട്ട് ഈ ബോക്സിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് പ്രൈസ് തിരിച്ച് ചെറുതായിട്ടൊന്ന് ഉള്ളിൽ പോവും. ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് പുറത്തേക്ക് പിന്നെ ചാടും. എന്നിട്ട് ഇവിടുന്ന് ഒരു റീടെസ്റ്റ് വരും. ഈ റീടെസ്റ്റിൽ നിന്ന് പ്രൈസ് ഡംപ് ചെയ്യും. ഓക്കെ, ഈ ഒരു റീടെസ്റ്റിൽ നിന്ന് പ്രൈസ് ഡംപ് ചെയ്യും. അപ്പോൾ ഈ ഒരു സിനാറിയോയിൽ നിങ്ങളൊരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ക്യാപ്പ്, അതായത് IFVG ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഷോർട്ട് ചെയ്യാം. ഓക്കെ, IFVGയുടെ പുറത്ത് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നിങ്ങളുടെ ഡിമാൻഡ് സോൺ, കീ ലെവൽ, കീ സോൺ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്കൊരു സെറ്റപ്പ് ബേസിക്കലി IFVG വെച്ചിട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ബുള്ളിഷ് കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് IFVG ഇതുപോലെ ആയിരിക്കും. അതായത് മാർക്കറ്റ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഡംപ് ചെയ്തിട്ട് FVG ഫില്ല് ചെയ്തിട്ട് ഡംപ് ചെയ്യാൻ പറ്റും. പക്ഷേ FVG ബ്രേക്ക് ചെയ്ത് പോകണം. FVG ബ്രേക്ക് ചെയ്യുമ്പോൾ IFVG ആവണം. IFVGയിൽ ഇവിടുത്തെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ പുറത്തുനിന്ന് റീടെസ്റ്റ് ചെയ്യണം. പുറത്തുനിന്ന് റീടെസ്റ്റിന് ശേഷം പ്രൈസ് മുകളിലേക്ക് കയറണം. ഓക്കെ, അതായത് അപ്പ് സൈഡ് കണ്ടിന്യൂ ചെയ്യണം. ആൻഡ് ഇവിടെ റെസിസ്റ്റൻസിലേക്ക് പ്രൈസ് പമ്പ് ചെയ്യണം. നമ്മൾ ഇവിടുന്ന് ലോങ് എടുക്കണം. ഇങ്ങനെയാണ് ബേസിക്കലി IFVG അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ക്യാപ്പ് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ FVGയും IFVGയും എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. ഇത് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിൽ എക്സാമ്പിൾസ് ആണ് വേണ്ടത്. ബട്ട് അതിനുശേഷം അതിന് മുമ്പ് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ടിൽ കുറേ ഫെയർ വാല്യൂ ക്യാപ്പ്, ഓക്കെ, കുറേ ഫെയർ വാല്യൂ ക്യാപ്പ് ഉണ്ട്. അതായത് ലോ ടൈം ഫ്രെയിമിലുണ്ടാവും, ഹയർ ടൈം ഫ്രെയിമിലുണ്ടാവും. ആൻഡ് ഹയർ ടൈം ഫ്രെയിമിലേക്ക് വരുന്നതിനനുസരിച്ച് ആ ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ള FVGയുടെ പവർ ഭയങ്കര കൂടുതലായിരിക്കും. അതായത് വലിയൊരു ഹയർ ടൈം ഫ്രെയിം FVGയിലേക്കാണ്, അതായത് ഒരു വീക്ക്ലി FVG, മന്ത്ലി FVGയിലേക്കൊക്കെയാണ് പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത് റിജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന സെൽ ഓഫ്, എസ്പെഷ്യലി ഇൻ BTC ഒക്കെ വളരെ ഹെവിയാണ്. ആൻഡ് ഈവൻ 20%, 15% ഒക്കെ BTC അതിൽ നിന്ന് ഡംപ് ആവാനുള്ള പ്രോബബിലിറ്റീസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി ഉള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു മന്ത്ലി ടൈം ഫ്രെയിം അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ FVG മാർക്ക് ചെയ്തിട്ട് BTC റിജക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും 50 to 20% ഓർ മോർ ഡംപ് BTCയിൽ വരുന്നത്. ആൻഡ് നമുക്ക് ഇനി മാർക്കിങ്സിലേക്കാണ് കിടക്കേണ്ടത്. ആൻഡ് കുറേ പേര് ഇപ്പോൾ ഇവിടെ ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ ഏത് FVG ആണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് എന്നുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുക. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങൾക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമ്പോൾ, അതായത് ഡയറക്ഷൻ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു FVG ആയിരിക്കും ഏറ്റവും മോസ്റ്റ്ലി സ്ട്രോങ്ങസ്റ്റ്. അതായത് താഴെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഓർഡർ ബ്ലോക്കോ ബ്രേക്കർ ബ്ലോക്ക്, വാട്ട് എവർ യു കോൾ ഇറ്റ്, അതുള്ള ഏരിയയിൽ വരുന്ന FVG ആയിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിരിക്കുക. ഓക്കെ, ആൻഡ് മോസ്റ്റ് ടൈംസും ഒരു FVG
അതായത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ലോവർ ടൈം ഫ്രെയിമിൽ നോക്കി കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഉണ്ടാവും. അതായത് നിങ്ങൾക്കൊരു ഈക്വൽ ലോ അല്ലെങ്കിൽ ഈക്വൽ ഹൈ ഇതിന് താഴെയോ ഇതിന് മുകളിലായിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അതൊക്കെ കൺഫേൺസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വേറൊരു കാര്യം നമ്മളൊന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടൈം ഫ്രെയിം നോക്കുക. ഹയർ ടൈം ഫ്രെയിമിൽ എപ്പോഴും നിങ്ങളുടെ ബയാസ് അതിന് മാച്ചിങ് ആയിരിക്കണം. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ ആ ഒരു ബുള്ളിഷ് ട്രെൻഡിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ, ബെയറിഷ് ആണെങ്കിൽ ബെയറിഷിനെ ബേസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആൻഡ് FVGയും IFVGയും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കാണുന്ന എല്ലാ FVGയും ട്രേഡ് ചെയ്യാൻ നോക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിമിലത്തെ ട്രെൻഡ് ഒരിക്കലും മറക്കരുത്. ലൈക്ക് എല്ലാ ഗ്യാപ്പും ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ലിക്വിഡിറ്റി എവിടെയാണെന്ന് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് ഈക്വൽ ഹൈ ഉണ്ടോ അല്ലെങ്കിൽ റേഞ്ച് ബേസ്ഡ് ആണോ അത് നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡേഷൻസ് ടൂൾസ് നോക്കുക. അതായത് ഏതെങ്കിലും ഭാഗത്ത് ഹെവി ലിക്വിഡേഷൻസ് ഉണ്ടോ ഓർഡേഴ്സ് ഉണ്ടോ അത് നിങ്ങൾക്ക് നോക്കാം. എല്ലാ FVGയും ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഒരിക്കലും ഫുള്ളായിട്ട് എപ്പോഴും എല്ലാ FVGയും ഫില്ലാവില്ല. ഓക്കെ, ആൻഡ് ഹയസ്റ്റ് പ്രോബബിലിറ്റി FVGയുടെ കേസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹൈ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് നോക്കുക. ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷമാണോ ഈ FVG വന്നിട്ടുള്ളതെന്ന് നോക്കുക. ആൻഡ് സ്ട്രക്ചർ ബ്രേക്ക് നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഒരു FVG ട്രേഡ് ചെയ്യുമ്പോൾ ഈവൻ നിങ്ങളുടെ ഒരു റിസ്ക് ടു റിവാർഡ് ഫേവറബിൾ ആണോ എന്ന് വരെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. കാര്യം നിങ്ങൾക്ക് റിസ്ക് ടു റിവാർഡ് കുറവാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ബെറ്റർ ടു അവോയ്ഡ് ഇറ്റ്. ലൈക്ക് കുറച്ചുകൂടി ബെറ്റർ സെറ്റപ്പ് കിട്ടുമ്പോൾ മാത്രം നോക്കിയാൽ മതി. റിസ്ക് ടു റിവാർഡ് നല്ലോണം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദാറ്റ്. സോ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് വേണം, ഡിസ്പ്ലേസ്മെൻറ്റ് വേണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, ലിക്വിഡിറ്റി ഓൾറെഡി ഏതെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്ഥലത്ത് വേണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു എൻട്രി സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ റീടെസ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി സെറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വയ്ക്കുക. സ്റ്റോപ്പ് ലോസാണ് നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് വെക്കേണ്ടത്, അത് മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് പോകാം. അതായത് ഒരു ലൈവ് എക്സാമ്പിളിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് BTCയുടെ ചാർട്ടിനെ നോക്കാം. ഒരു BTCയുടെ ന്യൂ ചാർട്ട് നമുക്ക് ആഡ് ചെയ്യാം. Bitfinex-ൻ്റെ ന്യൂ ചാർട്ടാണ് ഇത്. ഞാൻ നോക്കാത്തൊരു ചാർട്ടാണ്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കുറച്ച് നോക്കാം. ഓക്കെ, ഞാനൊരു വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ തന്നെ FVG കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ FVG നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വളരെ സിമ്പിളാണ്. ക്യാൻഡിൽ നമ്പർ 1, ക്യാൻഡിൽ നമ്പർ 2, ക്യാൻഡിൽ നമ്പർ 3. ഓക്കെ, ക്യാൻഡിൽ നമ്പർ 3 പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇവിടെയും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇതിനിവിടെ 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാൻഡിൽ 1, ക്യാൻഡിൽ 2, ക്യാൻഡിൽ 3. ക്യാൻഡിൽ 2ൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3 ഇതിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അതായത് താഴെ കിടക്കുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വന്നു, ഈ താഴത്തെ നിന്ന് പ്രൈസ് ഇവിടെ കയറിയിട്ട് ഇവിടുന്ന് പിന്നെയും സ്റ്റിൽ ഡംപായിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി യൂസ്ഡ് ആണ്. സോ ഇതിനെ വിട്ടോ. ഇനിയിപ്പോൾ സെക്കൻഡ് കേസ് പറയുകയാണെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് ഈ 109 പോയതിന് ശേഷം തിരിച്ചിവിടെ വന്നിട്ടുണ്ട് ഹൈ ടൈം ഫ്രെയിമിൽ. ഇത് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ആട്ടോപ്പറാണ്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 80% 90% റേഞ്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഫില്ലിന് ശേഷം പ്രൈസ് ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. ലോവർ ടൈം ഫ്രെയിമിൽ ഡെഫിനറ്റ്ലി റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ നോക്കാം. 2025 ഏപ്രിലാണ് വരുന്നത്. അപ്പോൾ ഒരു 4 hour ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സീ ദാറ്റ് ഒരു വണം കയറി, 2 വണം കയറി. ആൻഡ് പ്രൈസ് എന്ത് ചെയ്തു? പ്രൈസ് പുറത്തേക്ക് വന്നു, റീടെസ്റ്റ് ചെയ്തു, എന്നിട്ട് ഡംപാവ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഈ ഒരു റീടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ ചാർട്ട് ഇൻവേർട്ട് ചെയ്തിട്ടുണ്ടോ? ചാർട്ട് ചെറുതായിട്ട് ഇൻവേർട്ട് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, സോ പറഞ്ഞു വരുമ്പോൾ എന്താ, ഇവിടെ നിങ്ങൾക്കൊരു ലോങ് സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അടിയിൽ ഉപയോഗിക്കും. ഓക്കെ, അതായത് നേരത്തെ കേസ് തന്നെ കാണിച്ചു തരാണെങ്കിൽ വീക്ക്ലിയിൽ പോയി ഇതേ സെയിം സെറ്റപ്പ്. ഓക്കെ, ഞാൻ ചാർട്ട് ഇൻവേർട്ട് ചെയ്തിട്ടാട്ടോ കാണിച്ചത്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഈ ഒരു വിക്ക് തന്നെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു വിക്ക്. ഓക്കെ,
അപ്പോൾ ഈ ഒരു വീക്ക് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിറ്ററലി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ 1:4.46 RRൻ്റെ ട്രേഡ് കിട്ടി. ആൻഡ് ഇതിൽ വന്നിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 36% മൂവ്മെൻറ്റാണ്. ഓക്കെ, ടെക്നിക്കലി ഈ മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് അപ്സൈഡാണ്. ബട്ട് ലൈക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്ത് 36% മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ടെക്നിക്കലി ദിസ് ഇസ് എ വെരി ഗുഡ് ട്രേഡ്. അത്യാവശ്യം സ്നൈപ്പർ എൻട്രി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ഇതിൽ ടൈം എടുത്തിട്ടുണ്ട്, ഏകദേശം ഐ തിങ്ക് 2 month അറൗണ്ട് ടൈം എടുത്തിട്ടുണ്ട്. ഓക്കെ, 2 month അറൗണ്ട് ടൈം എടുത്തിട്ടുണ്ട്. ബട്ട് ലൈക്ക് 36% മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡർ ആണിത്. ഓക്കെ, സിമിലർലി ഇപ്പോൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്ട്രക്ചർ ചേഞ്ച് വന്നിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് റൈറ്റ് ഹിയർ. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഷോർട്ട് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐദർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വിക്കിനെ ടാർഗറ്റ് ചെയ്യാം. അതായത് 74,555 പേഴ്സണലി ഞാനതായിരിക്കും പ്രിഫർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോൺ ടാർഗറ്റ് ചെയ്യാം, അതായത് ടാർഗറ്റ് 1 ടാർഗറ്റ് 2 എന്നുള്ള നിലയിൽ. ഓക്കെ, സോ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിക്കാണ് ടാർഗറ്റ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 23% മൂവ്മെൻറ്റ് ഒറ്റയടിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ലിറ്ററലി 3.5 ആഴ്ച കൊണ്ട് ഈ ഒരു TP അടിച്ചിട്ടുണ്ട്. ഒരു സ്നൈപ്പർ എൻട്രിയാണ്, 7.78 RRൻ്റെ ട്രേഡാണ്. മീൻ വൈൽ ഇപ്പോൾ സെക്കൻഡ് സിനോറിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 9.6 RRൻ്റെ ട്രേഡാണ് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇതും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രേഡാണ്. ഇതിൽ ആക്ച്വലി 1 month എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 29% മൂവ്മെൻ്റ് ആണ്. ഹൈ ടൈം ഫ്രെയിമിൽ വളരെ അടിപൊളിയായിട്ട് നമ്മുടെ FVG വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വീക്ക്ലിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ FVG വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഓൾറെഡി പ്രൈസ് ഇവിടെ കയറിയിട്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. സോ പ്രൈസ് എന്തായാലും ഡെഫിനറ്റ്ലി ഈ ഒരു ഹയർ സൈഡ് പുഷ് ചെയ്യാൻ ഡെഫിനറ്റ്ലി നോക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. നിങ്ങൾക്ക് ഈ ഒരു കേസിലാണെങ്കിൽ നിങ്ങൾക്ക് യു കുഡ് ഹാവ് ഷോർട്ടഡ് ദിസ് വൺ. ഓക്കെ, പേഴ്സണലി പറയുകയാണെങ്കിൽ യു കുഡ് ഹാവ് ഷോർട്ടഡ് ദിസ് വൺ. RRR കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് ചോദിച്ചാൽ 1:3.8 RRൻ്റെ ട്രേഡ് അപ്പോഴും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു സക്സസ്ഫുൾ ട്രേഡാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് 3 എക്സാമ്പിൾ കാണിച്ചു തന്നു. ഹയർ ടൈം ഫ്രെയിമിൽ, വീക്ക്ലി ടൈം ഫ്രെയിമിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ആൻഡ് 3 ക്ലീനായിട്ട് TP വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ 5 minute, 3 minute, 15 minute, 1 hour, 4 hour ഇതിലൊക്കെ ഈ സെയിം സാധനം കാണാൻ പറ്റും. സോ ഇത് നിങ്ങൾ കാണുക, ചെക്ക് ചെയ്യുക, വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ, ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബ് കമൻറ്റിൽ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുക. ഓക്കെ, സോ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. സോ ബൈ ദ വേ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്തായാലും ഡെഫിനറ്റ്ലി പറയാൻ പോകുന്ന വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FVG എങ്ങനെ നമുക്ക് വേറെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള സാധനങ്ങളായിട്ട് കൺഫ്ലുവൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. സോ മുമ്പത്തെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സബ് ചെയ്ത് വയ്ക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചോദിക്കുക. ഓക്കെ, അപ്പോൾ ശരി, ബൈ.